ഒരു ബൈബിളും പഠിക്കാതെ ഒരു അമ്മ അഭിഷേകം പ്രാപിച്ചോന്നെ കഴുത്തിൽ പൊട്ടിച്ച് തൂരെ കളഞ്ഞു, കയ്യെ കിടന്ന് ഊരി തൂരെ കളഞ്ഞു. കാതിൽ കിടന്ന കടുക്കൻ അടുത്തിരുന്ന് അമ്മച്ചിയോട് പറഞ്ഞു, അഴിച്ചു കളയമ്മാമ എന്ന് പറഞ്ഞു. ഒന്ന് അഴിച്ചു, മറ്റേത് അഴിയത്തില്ലായിരുന്നു പറഞ്ഞു. അത് വീട്ടിൽ ചെന്ന് ഞാൻ അഴിച്ചോളാം. എന്നിട്ട് വലിച്ചെറിഞ്ഞ് വീട്ടിൽ പോയി, എടുക്കാതെ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ അമ്മായിയമ്മയായ അമ്മയുണ്ടല്ലോ, ഞുള്ളിപ്പറക്കി ഒരു കടലാസിനകത്ത് പൊതിഞ്ഞു കെട്ടി മോളെ കൊണ്ട് അവറാച്ചൻ്റെ കൊടുക്ക്, നീ ഉട്ടിയിലേലും കൊണ്ട് കൊടുക്കണ്ടോ. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉപദേശിയും അവിടെ ഇല്ലായിരുന്നു, ഒരു ബൈബിൾ ക്ലാസ്സും എടുത്തില്ല, ഒരു വേദോത്സവം പഠിച്ചില്ല. ആത്മാവകത്ത് വന്നോടെ വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. ഏത് ആത്മാവാണ് നിന്നെ ഭരിക്കുന്നത്? പിന്നെ ബന്ധക്കോസുകാരൻ ചോദിച്ചോണ്ട് നടക്ക, ഇതിനെന്നാ തെറ്റെന്ന്. എന്റെ പൊന്നെ, ഒരു തെറ്റുമില്ല, നീ ഇട്ടോണ്ട് നടക്ക്. ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ ചൂട് കൊണ്ട് കളയരുത്. നിനക്ക് 100% ബോധ്യമാകുന്ന കാലത്ത് കളഞ്ഞാൽ മതി. അതിന് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ റാന്നിയിൽ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു കുറേ കാലം. കോവിഡ് വന്നപ്പോഴാണ് നിർത്തിയത്. ആ ബൈബിൾ ക്ലാസ്സിന് വരുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഇച്ചിരി എരിവുള്ളവനാണ്. ഉള്ള ഭാര്യ സ്നാനപ്പെട്ടതല്ല, പക്ഷേ സ്നാനപ്പെടാത്ത ഭാര്യ രോഗശാന്തി വരെ അങ്ങ് പഠിപ്പിക്കും പുള്ളി. അങ്ങ് എന്നിട്ട് മരുന്ന് ഉപയോഗിക്കുന്നതിന് ചൂടാകും. ആ രീതിയിലാണ് പുള്ളിയുടെ പഠിപ്പീര്. ഒരു ദിവസം ഏതോ ഒരു പാസ്റ്റർ, ആ പാസ്റ്ററെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, എനിക്കറിയത്തില്ല. പാസ്റ്റർ വീട്ടിൽ വന്നു, ഒരു ശുശ്രൂഷയെ കഴിഞ്ഞ് അദ്ദേഹം പോയി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് രാത്രി ഒരു 12 മണി, ഞാൻ 12 കഴിഞ്ഞൊക്കെ ഉറങ്ങത്തുള്ളൂ. എൻ്റെ ഫോൺ നമ്പർ ഇവിടുത്തെ പാസ്റ്ററുടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ആത്മീയ കാര്യങ്ങൾ ചോദിക്കാനാകട്ടെ, വേറെ ഒന്നിനുമല്ല. വേണമെങ്കിൽ സംശയം ചോദിക്കാം, പാസ്റ്റർ അനുവാദത്തോടെ ചോദിക്കുന്നതാണ് നല്ലത്. ഫോണിൽ ചിലരൊക്കെ വിളിച്ച് പലതും പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഞാൻ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഈ സഹോദരൻ്റെ, പാഷേ എന്നാ എൻ്റെ ഭാര്യയ്ക്കാണ്ട് ആകപ്പാട് ഒരു വല്ലാഴിയ പോലെ. എന്നാ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അവളെ ഒരു പിച്ചും പേയും പറയുന്ന പോലെയൊക്കെ ഒരു സംതിങ് റോങ് ഏതാണ്ടൊക്കെ കാണിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് മനസ്സുകൊണ്ട് കർത്താവേ ഇതിനെന്തുവാ മറുപടി പറഞ്ഞു, എനിക്കൊന്നും പിടി കിട്ടുന്നില്ലല്ലോ. ഞാൻ ഉറങ്ങിയില്ല, 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അവിടെ എന്തുവാ സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്നാ അവർ കരയുന്നത്? ആ കൂടുതൽ പുള്ളി അങ്ങ് പറഞ്ഞു, നാളെ അവിടെ അനിയത്തിയുടെ കല്യാണമാണ്. അതിനെന്നാ, അനിയത്തിയും കുടുംബവും രക്ഷിക്കപ്പെടാത്തവരാ, സമുദായക്കാരാ, യാക്കോക്കാരാ. ആ കല്യാണത്തിന് പോകണം. ആ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഞെട്ടൽ വരുന്നതെന്ന്. ഞാൻ ചുരുക്കി അങ്ങ് പറയുക. ഫോണിൽ കൂടെ കുറേയേറെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ഇവരെ കൗൺസിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തത്. അപ്പം ഞാൻ അവിടെ എന്തുവാ സംഭവിച്ചത്? അതെ, മിനിഞ്ഞാന്ന് ഒരു പാഷ അവിടെ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, പാഷ ഇവൾ എന്ത് ചെയ്താൽ സ്നാനപ്പെടത്തില്ല, ആഭരണത്തെ പഴി പറഞ്ഞാണ് ഇവൾ സ്നാനപ്പെടാതെ നിൽക്കുന്നത്. അങ്ങേര് കയറി ആഭരണത്തെക്കുറിച്ച് കുറേ അങ്ങ് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി ഇന്ന് രാത്രി തന്നെ ഇത് ഊരണമെന്ന് പറഞ്ഞു. ഗസ്റ്റായിട്ട് വീട്ടിൽ വന്ന ഒരു ദേവദാസൻ ഒരു സഹോദരിയുടെ അടുക്കൽ ഇത്രയും കർശനമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഇതെല്ലാം ഊരി സേഫിനകത്ത് കൊണ്ടുവച്ചു. നാളെ കഴിഞ്ഞ് അനിയത്തിയുടെ കല്യാണം. ഈ സാമാനമല്ല ഊരിയിട്ടേച്ച് ഇങ്ങനെ കഴുകഴാന്ന് അവിടെ ചെന്ന് കുടുംബക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് ഓർത്തപ്പം മെൻ്റൽ ഔട്ടായി. ഇത് ഞാൻ അരമണിക്കൂറിൽ കൂടുതലും ഫോണിൽ കൂടെ കൗൺസിൽ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു, എന്താ മൊത്തം ആഭരണം എടുത്ത് അവരെ ഇടിയിക്കാൻ പറഞ്ഞു. യോ അത് ഊരിയതല്ലയോ, ഞാൻ ആര് പറഞ്ഞിട്ട് ഊരുക? എങ്ങോട്ടൊന്ന് കയറിയെന്നൊരു ഭാഷ പറഞ്ഞപ്പോൾ ഊരാനുള്ളതാണോ ഇത്? അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ അത് ഊരിയത് ഏറ്റവും ഹിമാലയൻ മണ്ടത്തരമാണ് കാണിച്ചെന്ന് പറഞ്ഞു. ഇടിക്കാമോ? നമ്മൾ ഇടിക്കണോ എന്ന് പറഞ്ഞു. പോയി മാലയും കവലി ഇടിച്ചു. അവർ നോർമലായി. വ്യത്യാസ കല്യാണത്തിന് പോയി. തീർന്നില്ല, ബാക്കിയോടെ കേൾക്കണം നിങ്ങൾ. പുതിയ ചിലയും പഠിച്ചില്ലേലും വേണ്ടിയല്ല. ഒരു 2-3-4 മാസം പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. എനിക്ക് പോകേണ്ട കാര്യം വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പുണ്ട് റാന്നി ടൗണിൽ. ആ ഷോപ്പിൽ ചെല്ലും, അദ്ദേഹത്തെ കാണും പോരും. ഒരു ദിവസം ഞാൻ ആ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു 2-3-4 മാസം കഴിഞ്ഞ് ചെന്നപ്പം
ഈ സഹോദരി അവിടെ വന്നിട്ടുണ്ട്, ഫുഡ് കൊടുക്കാൻ വന്നതാണ്. ഭർത്താവിന് ഫുഡും കൊണ്ട് വന്നു, ഉച്ചക്കത്തെ ലഞ്ചും കൊണ്ട് വന്നതാണ്. ഞാൻ നോക്കിയപ്പം കഴുത്തേലും കാതയിലും ഒന്നുമില്ല. ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നേച്ച് ഈ ഭർത്താവിനെ തന്നെ ഫോൺ ചെയ്തു. അല്ല, ഞാൻ കടയിൽ വന്നപ്പോൾ നിങ്ങളുടെ വൈഫ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ കഴുത്തേലും കാതയിലും ഒന്നും കണ്ടില്ല, നാളെ ഇട്ടായിരുന്നല്ലോ. എൻ്റെ ഭാഷയെ കഴിഞ്ഞ ആഴ്ചയിൽ അവൾ വന്ന് എന്നോട് പറയുക എനിക്കിത് വേണ്ടാന്ന്. ഞാൻ ഏടോ ഇതാടോ റൂട്ടെന്ന് പറഞ്ഞു. നിങ്ങളിത് പഠിപ്പിച്ചോണം, ഇതിനപ്പുറത്തേതെല്ലാം റോങ് ടീച്ചിങ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതുപോലെ ചെയ്യണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ബലം പിടിക്കരുത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിൽ പാർക്കാനുള്ളവരാ നമ്മൾ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അബ്രഹാം പിതാവ് എന്ത് ചെയ്തു? വീട് വെക്കാനാണെങ്കിൽ അയാൾക്ക് വീട് വെക്കാൻ കഴിവ് വേണ്ട മോനെ എന്ന് പറഞ്ഞു. വല്ലവിധേനെ നമുക്കവിടെ എത്തണം എന്ന് പറഞ്ഞു. സകല കാര്യങ്ങളും ലിമിറ്റ് ചെയ്ത് ഒരു കൂടാരത്തിനകത്ത് ഒതുക്കി. വെളിപ്പാട് അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിച്ചേ. പെട്ടെന്ന് വേണേ. പുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, നമ്മൾ ഇച്ചിടകത്തി പിടിച്ച് അച്ഛപോളിയെന്ന് പറഞ്ഞു. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ അപ്പൻ തേരഹ് മരിച്ച ഇന്ത്യയിലെ ഒരു സംഖ്യ തേരഹ് 13